ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെമീസ് പാഷൻ ഹബ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടൊരു വെൽക്കം ബോർഡാണ് നമ്മുടെ ക്ലാസ് റൂമിലേക്ക്. അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി 1.5 മാസം കഴിഞ്ഞിട്ടാണോ വെൽക്കം ബോർഡ് എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ക്ലാസ് റൂം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും കമൻറ്റുകൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെൽക്കം ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു കേക്ക് ബോർഡാണ്. ഈ ഒരു കേക്ക് ബോർഡിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ട് ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡും യൂസ് ചെയ്യാവുന്നതാണ്. റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ബേസായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ലെമൺ യെല്ലോ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 2 കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നാലാണ് ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു കേക്ക് ബോർഡിൻ്റെ സൈഡും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ആവശ്യമുണ്ട്. 10 പൈസ മുടക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്കേഴ്സ് കളിക്കുടുക്കയിൽ നിന്നും അതുപോലെ തന്നെ സ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കവറിൽ നിന്നൊക്കെ കേട്ടോ. സെൻറ്ററിലുള്ളത് സ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ ആ ഒരു കവറിൽ നിന്നും, താഴെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കളിക്കുടുക്കയിൽ നിന്നാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വാട്ടർ പ്രൂഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് വേണം, ഒരു സെല്ലോ ടേപ്പും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്കേഴ്സ് കേക്ക് ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കട്ടിയുള്ളൊരു പേപ്പറിൽ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതാണ് നമ്മൾ കേക്ക് ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സ് കുറച്ചൊന്ന് നമ്മുടെ കേക്ക് ബോർഡിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത് നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിൽ ആ ഒരു കട്ടിയുള്ള പേപ്പർ ഉണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് പോപ്പീസിൻ്റെ ആ ഒരു ഡ്രസ് ബോക്സിൻ്റെ കാർഡ്ബോർഡാട്ടോ. അതാകുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും. ഇനി നമുക്ക് ഇത് നമ്മുടെ കേക്ക് ബോർഡിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോൾ തന്നെയാണ്. നല്ല രീതിയിൽ സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ, പേപ്പറല്ലേ. പിന്നെ കട്ടിയുള്ള സർഫേസിൽ ഒട്ടിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ മുകളിലൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെൽക്കം ടു അവർ ക്ലാസ് എന്നൊന്ന് എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് റഫായിട്ടൊന്ന് എഴുതി നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പെർമനൻറ്റ് മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ വെൽക്കം എന്നുള്ളത് സെൻറ്ററിൽ 2 സൈഡിലായിട്ട് 2 അവർ എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് എന്നുള്ളത് ഈ ഒരു താഴെ ഭാഗത്തും എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾഡ് ലെറ്റേഴ്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബോൾഡാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫോണ്ട് സൈസിലൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പെർമനൻറ്റ് മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു വർക്ക് വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ മാർക്കർ പെന്ന് ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് പോർഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ CD മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ CD മാർക്കർ പെന്ന് തന്നെ വേണം എന്നില്ല, നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള സാധാ പെന്നോ അതല്ലെങ്കിൽ സ്കെച്ച് പെന്നോ യൂസ് ചെയ്താൽ മതി. കാരണം നല്ല തിക്കായിട്ടുള്ള ഒരു പെർമനൻറ്റ് മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് കളർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻസൊക്കെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ പെയിൻ്റൊക്കെ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ അത്ര ഒരു ഭംഗിയിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ A4 ഷീറ്റിന് പകരം നിങ്ങൾക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാവുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. ഇനി നമുക്ക് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എലഗൻറ്റ് ലുക്കിലുള്ള നമ്മുടെ
വെൽക്കം ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് ഇപ്പോൾ ഗ്രേഡ് 1 ഗ്രേഡ് 2 എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി വേണമെങ്കിൽ ഇതിൽ എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് മോൻ്റെ മാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു ക്ലാസ് മെൻഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ക്ലാസ് എന്ന് മാത്രം എഴുതി കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേസ്റ്റാക്കി കളയണ ഒരു കേക്ക് ബോർഡിലാണ് ഇത്ര ഭംഗിയായിട്ടുള്ളൊരു വെൽക്കം ബോർഡ് ചെയ്തെത്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോ വരുന്നത് ക്ലാസ് റൂമിലേക്കൊരു ബർത്ത്ഡേ ചാർട്ടാട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇഷ്ടപ്പെട്ടതിനാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. ബായ്.